ഉടുപ്പി കൊച്ചി ഷിപ്പ്യാർഡിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ചാരപ്രവർത്തനം നടത്തിയ 2 പേർ അറസ്റ്റിൽ. ഇന്ത്യൻ നേവിക്ക് വേണ്ടി നിർമ്മിക്കുന്ന കപ്പലുകളെ സംബന്ധിക്കുന്ന നിർണായക വിവരങ്ങൾ ഉൾപ്പെടെ കൈമാറിയതായാണ് സൂചന. ഇരുവരും 18 മാസം ഇത് തുടർന്നിരുന്നതായാണ് വിവരം. അജയ് സുധ ബിജു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അജയ്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഉടുപ്പിയിലെ കൊച്ചി ഷിപ്പ്യാർഡിലാണ് ഇവർ ഇരുവരും ജോലി ചെയ്തിരുന്നത്. ഇവിടെ നിന്ന് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, പ്രത്യേകിച്ച് ഈ കൊച്ചി ഷിപ്പ്യാർഡിൻ്റെ 2 യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് കൊച്ചിയിൽ പ്രവർത്തിക്കുന്നു, മറ്റൊന്ന് ഉടുപ്പിയിൽ. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റ് കപ്പൽ നിർമ്മാണമാണ് പ്രധാനമായിട്ടും കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടുപ്പിയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റ് തഗ് ബോട്ടുകളാണ് പ്രധാനമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലും ഇരുവരും ജോലി ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഉത്തർപ്രദേശ് സ്വദേശികളായിട്ടുള്ള രോഹിത്, അതുപോലെ തന്നെ സന്ത്രി എന്നിവരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഉടുപ്പി പോലീസാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് സിഇഒയുടെ പരാതിയെ തുടർന്നാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തതെന്നാണ് വിവരം. ഇരുവരും ഇവിടെ ജോലി ചെയ്തിരുന്ന സമയം കപ്പലുകളെ പറ്റിയിട്ടുള്ള നിർണായക വിവരങ്ങൾ, പ്രത്യേകിച്ച് കപ്പലുകളുടെ നമ്പറുകൾ, അവ നിർമ്മിക്കുന്ന സമയത്തുള്ള മറ്റ് പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളവയെ പറ്റിയിട്ടുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇത് പാകിസ്ഥാനിലേക്ക് വാട്സപ്പ് വഴിയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയും പങ്കുവച്ചു എന്നാണ് പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത്. എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് സോഫ്റ്റ്വെയർ ആയതിനാൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങളെല്ലാം ശേഖരിക്കേണ്ടതുണ്ട്. പ്രാഥമിക ഘട്ടത്തിൽ ഇവർ ഈ കപ്പലുകളെ പറ്റിയിട്ടുള്ള നമ്പറുകളും മറ്റു വിശദാംശങ്ങളും ഷെയർ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇന്ത്യൻ നേവിക്ക് നിർമ്മിക്കുന്ന കപ്പലുകളും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ ഏജൻസികൾക്ക് നിർമ്മിച്ച് നൽകുന്ന കപ്പലുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇവർ പങ്കുവച്ചു എന്നാണ് നിലവിൽ വരുന്ന സൂചനകൾ. ഇവർ 18 മാസം ഈ പ്രവൃത്തി ചെയ്തിരുന്നു. ഈ രോഹിത് എന്ന് പറയുന്ന വ്യക്തി ആദ്യം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ, കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റിലാണ് ആദ്യം ജോലി ചെയ്തിരുന്നത്. അവിടെ ഒരു ഇൻസുലേറ്ററായിട്ടായിരുന്നു ഇയാൾ പ്രവർത്തിച്ചിരുന്നത്. ഇതിനുശേഷം ഇയാൾ ഇവിടെ നിന്ന് ഉടുപ്പിയിലേക്ക് മാറുകയായിരുന്നു. ഉടുപ്പിയിൽ വെച്ചും ഈ രോഹിത് തൻ്റെ ഈ പ്രവൃത്തി തുടർന്നിരുന്നതായിട്ടാണ് വിവരം. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള സന്ത്രി എന്ന് പറയുന്ന വ്യക്തി, അയാൾ കൊച്ചി ഷിപ്പ്യാർഡിൽ തന്നെ തുടരുകയായിരുന്നു. ഇരുവരും ഒന്നിച്ചു ചേർന്നാണ് ഈ പ്രവൃത്തി നടത്തിക്കൊണ്ടിരുന്നത് എന്നാണ് നിലവിൽ സൂചന ലഭിച്ചിരിക്കുന്നത്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇരുവരെയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒരു വലിയ കണ്ണിയുടെ ഒരു വലിയ ചെയിൻ്റെ ചെറിയ കണ്ണികൾ മാത്രമാണ് ഇരുവരും എന്നാണ് പോലീസിന് വിവരം നിലവിൽ പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ശരി അജയ്.